വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തെ അംഗീകരിച്ച് ഇവിടെ കീർത്തിയും അതുപോലെ തന്നെ നോവലിസ്റ്റ് അനിൽകുമാറും ജ്യോതി ടീച്ചറും ഇവിടെ അവർ സംസാരിച്ചു. തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ വളരെ വിശദമായി ഞാൻ പറയുന്നില്ല, കാരണം വിശദമായിട്ടുള്ള ചർച്ച നടക്കണം. അതിൽ പാഠ്യത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ അങ്ങേയറ്റം സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, കുറച്ച് ഈ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പാഠ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാരോട് ആവശ്യപ്പെട്ടത് നമ്മുടെ വായനശാലകളെ, ക്ലബ്ബുകളെ എങ്ങനെ സാംസ്കാരികമായ സംവാദങ്ങളുടെ ആക്കണം, ഇത് സംബന്ധിച്ചൊന്ന് ആലോചിക്കണമെന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഫലപ്രാപ്തി വന്നിരിക്കുകയാണ്. ഇത് പാഠ്യമാണ്. പാഠ്യത്തിന്റെ പ്രത്യേകത ഒന്ന് വാഗ്ഭടാനന്ദന്റെ നാടാണ്. അതോടൊപ്പം ഈ ഗ്രന്ഥാലയം അറിയപ്പെടുന്നത് മഹാനായിട്ടുള്ള സഖാവ് പാട്യം ഗോപാലന്റെ സ്മരണക്ക് ആരംഭിച്ച സ്ഥാപനം എന്ന നിലയിലാണ്. അതുകൊണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഇടപെടൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ഈ പുസ്തക ചർച്ച നടക്കുന്നത്. വേറൊരു കാര്യം, ഇവിടെ കേരളീയ സമൂഹത്തിലുള്ള ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ അധിനിവേശം എത്രയോ ദശകങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധം പല നിലക്കും നടന്നിട്ടുണ്ട്. ആശയപരമായിട്ട് മാത്രമല്ല, നിങ്ങൾക്കറിയാം, കായികാക്രമണങ്ങൾ. ഒരു RSS പ്രചാരകൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞത് അക്കാലത്തുള്ള ബീഡി കമ്പനികൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നഴ്സറിയാണ്. സംഗതി മനസ്സിലായത്? അതായത് അന്ന് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പുരുഷന്മാരാണ്. ഇപ്പോൾ ബീഡി കമ്പനികൾ, ദിനേശ് ബീഡിയുടെ കമ്പനികളിലൊക്കെ പോയാൽ 99% സ്ത്രീകളാണ്. അന്ന് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്തിരുന്നത്. ആ ബീഡി കമ്പനികൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നഴ്സറികളാണ്. ഒരു പ്രസിദ്ധീകരണത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് RSS ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ശാരീരികമായിട്ട് നേരിടണം. അങ്ങനെ ഒരു കായികമായിട്ട് ശക്തിയായി RSS സ്ഥാപിക്കപ്പെടണം. 1979 ഏപ്രിൽ 6 തലശ്ശേരി താലൂക്കിലെ വിവിധ ബീഡി കമ്പനികൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്, കായികാക്രമണം. ഈ ആക്രമണത്തെ ചെറുത്തു നിന്ന ഒരു നാട് കൂടിയാണ് പാട്യം. അതാണ് ഈ ചർച്ച നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത്. ചെറുത്തുനിൽപ്പ് നടത്തിയത് അന്യ ജില്ലകളിൽ നിന്നൊക്കെ ക്രിമിനൽസിനെ വരുത്തി കൊട്ടിയോടിയിലെ ബീഡി കമ്പനി ആക്രമിച്ച് തൊഴിലാളികളെ പരിക്കേൽപ്പിച്ചു. പക്ഷെ നാട്ടുകാര് ചെറുത്തു നിന്നപ്പോ ഇവിടെ വീണത് കോഴിക്കോട് അത്തോളിക്കാരനായിട്ടുള്ള ഒരു RSSകാരനാണ്. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി, ആ ബോഡി എടുക്കാൻ വേണ്ടി പോലും അവർ വന്നില്ല. അങ്ങനെ ചെറുത്തു നിൽപ്പിന്റെ ഒരു നാടാണ് പാർട്ടി. ഈ പഞ്ചായത്തിൽ തന്നെ RSSന്റെ കടന്നാക്രമണങ്ങൾക്കെതിരായി രക്തസാക്ഷിത്വം വരിച്ച, ജീവാർപ്പണം ചെയ്തിട്ടുള്ള ആളുകളുടെ പേരുകൾ നമ്മളിപ്പോൾ ഓർക്കേണ്ടത് ആണ്. കുറ്റിച്ച രമേശനും സുകുമാരനും ചെറുവാഞ്ചേരി ചന്ദ്രനും അതുപോലെ MK സുരേന്ദ്രൻ. അപ്പൊ ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് സംഘർഷങ്ങളൊന്നുമില്ല, അല്ലെ? ഇന്ന് RSS CPM തമ്മിൽ സംഘർഷമില്ല. പക്ഷേ
അവരുടെ ആശയപരമായിട്ടുള്ള അധിനിവേശം പലതരത്തിൽ സമൂഹത്തിൽ വരുന്നു. അത് കുടുംബങ്ങളിലടക്കം സ്വാധീനിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ BJPക്ക് ബൂത്ത് ഏജന്റ് ഇല്ല, BJPക്ക് സ്ക്വാഡ് വർക്കില്ല. ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് BJPക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള വോട്ടുകൾ വരുന്നത്? പലപ്പോഴും സംശയിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാ വരുന്നത്? ആശയപരമായിട്ടുള്ള അധിനിവേശം ഇവിടെ കുടുംബങ്ങളിലടക്കം. എങ്ങനെയാണ് വരുന്നത്? അത് ഈ ഓൺലൈൻ പ്രഭാഷണങ്ങളിലൂടെ സ്ത്രീകളെ അടക്കം ഈ ആശയത്തിന്റെ സ്വാധീനത്തിന് അടിപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ്. ഞാൻ ഈ പുസ്തക ചർച്ചയുടെ ഭാഗമായി കേരളത്തിൽ പലയിടത്തും പോകുന്നുണ്ട്. ഒരിടത്ത് ഞാനില്ല പരിപാടിയിൽ കേട്ടുള്ള ഒരു ചർച്ച, ഈ പ്രഭാഷണം നടത്തിയ ഒരാൾ, പുസ്തകാവതരണം നടത്തിയ ആള് ഒരു വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ സ്ത്രീ പറയാണ്, നിങ്ങൾ ഇരിക്കൂ. അതായത് ഒരു അതിഥിയെ സൽക്കരിക്കുന്നതിനുള്ള ഉപചാര വാക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇരിക്കൂ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ അവർ ചായ കൊടുത്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഓൺലൈനിൽ ഒരു പ്രഭാഷണം കേൾക്കുകയായിരുന്നു. പലതരം പ്രഭാഷണങ്ങൾ, ക്ഷേത്രമുറ്റത്ത് പ്രഭാഷണം. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഭഗവത്ഗീത പ്രഭാഷണം, പിന്നെ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ. ഒരു അനുഭവം പറയുന്നുണ്ട് ഇതിൽ. കണ്ണൂരിലെ ചെറക്കലമ്പലത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നത് ഒരു സ്വാമിയാണ്, ഒരു ചൈതന്യ സ്ഥാനം. അപ്പോൾ വലിയ പ്രചരണമാണ്. അപ്പോൾ ആളുകളൊക്കെ ഭക്തന്മാർ പോവല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ, ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അവിടെ എത്തി കൂടുതൽ സ്ത്രീകൾ. അപ്പോൾ ഈ സ്വാമി ചെയ്തത് ഭഗവത്ഗീതയിലെ 2 ശ്ലോകം ചൊല്ലുക, എന്നിട്ട് അതിൽ വ്യാഖ്യാനം കൊടുക്കുക, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയാം, പിണറായി വിജയനെ പറ്റി പറയാം. നടന്ന സംഭവമാണ്. അപ്പോൾ സ്ത്രീകളിൽ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, ഈ ഭഗവത്ഗീതയിൽ പിണറായി വിജയനെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ആശയങ്ങളുടെ അധിനിവേശം, വർഗീയ പ്രത്യയശാസ്ത്രത്തിന്റെ അധിനിവേശം നമ്മുടെ കുടുംബങ്ങളിൽ, വീടകങ്ങളിൽ എത്തിച്ചേരുന്നത്. ഇതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിക്കുന്നില്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്തായിട്ടുള്ള കേരളം ഒരു വർഗീയ കേരളമായിട്ട് മാറും. നിങ്ങൾ നോക്കൂ, ഇവിടെ പശ്ചിമ ബംഗാൾ, ബംഗാളിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പശ്ചിമ ബംഗാൾ മാത്രമല്ല, ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന മേഖല ഉൾപ്പെടെ ബംഗാൾ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോഴത്തെ ബീഹാറിന്റെ ഭാഗങ്ങളും ആ ബംഗാൾ സംസ്ഥാനം 1905 ബ്രിട്ടീഷുകാരുടെ കാലത്ത് വിഭജിക്കപ്പെട്ടു. വിഭജിക്കുന്നതിന് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇത് ഭിന്നിപ്പിച്ചു ഭരിക്കാൻ, ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പൊ അതിന്റെ ഒരു സംസ്ഥാനം വിഭജിച്ച 2 സംസ്ഥാനങ്ങളിൽ, ഒന്ന് ഹിന്ദു ഭൂരിപക്ഷം, മറ്റൊന്ന് മുസ്ലിം ഭൂരിപക്ഷം. അപ്പൊ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള സാമ്രാജ്യത്തിന്റെ തന്ത്രമാണ് അതിലൂടെ പ്രയോഗത്തിൽ വരുത്തിയത്. പക്ഷെ ബംഗാളികൾ അതിനെതിരായിട്ടാണ് നിന്നത്. ബ്രിട്ടീഷുകാരുടെ ഈ തന്ത്രത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിഭജനത്തിനെതിരായിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനം എന്നല്ല അവിടുത്തെ മതവിശ്വാസികൾ അന്ന് ചിന്തിച്ചത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒടുവിൽ ബംഗാൾ വിഭജനം റദ്ദ് വന്നു ബ്രിട്ടീഷുകാർ. ആ ഒരു പാരമ്പര്യമുള്ള നാടാണ് ബംഗാൾ. ഇപ്പൊ ബംഗാൾ എങ്ങോട്ടാ പോയത്? അവിടെ അഭയാർത്ഥി പ്രവാഹത്തിന്റെ കാലത്ത് കലാപം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിനെ തുടർന്നാണല്ലോ പെട്ടെന്ന് അവിടെ വലിയ കലാപം ഉണ്ടായത്. നവഖാലിയിലെ തെരുവുകളിലൂടെ മഹാത്മാഗാന്ധിയുടെ സന്ദർശനം, രക്തച്ചൊരിച്ചിൽ നടന്ന നാടായിരുന്നു കൽക്കട്ട. പക്ഷേ 2011 ഇടതുമുന്നണി അധികാരത്തിൽ വന്ന് 34 വർഷം ഭരിച്ചതിന് ശേഷം 2011 അധികാരത്തിൽ നിഷ്കാസിതമാകുന്നത് വരെ 34 വർഷക്കാലം ബംഗാളിൽ വർഗീയമായിട്ടുള്ള സംഘർഷമൊന്നും ഉണ്ടായില്ല.
ഇപ്പോഴോ 11-ന് ശേഷം നിങ്ങൾ നോക്കൂ, അവിടെ സംഘർഷങ്ങളുടെ ചരിത്രം. അപ്പോൾ എൻ്റെ പുസ്തകം ഈ 2008 എൻ്റെ ഒരു പുസ്തകം പുറത്തു വന്നിട്ടുണ്ട്. അതും ചിന്തയാണ്. ഇപ്പൊ സ്റ്റോക്ക് തീർന്നു. അതിൻ്റെ 6ാം പതിപ്പ് ഈ വരുന്ന 20-ാം തീയതി തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യാം. 6ാമത്തെ പതിപ്പാണ്. സംഘർഷങ്ങളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അന്നത്തെ രാഷ്ട്രീയമായിട്ടുള്ള സംഘർഷങ്ങളുണ്ട്. ഇവിടെ നടന്ന സംഭവം അടക്കം പറഞ്ഞുകൊണ്ടുള്ള ആ സംഘർഷത്തിന്റെ ചരിത്രം പ്രതിപാദിച്ചുകൊണ്ടുള്ള പുസ്തകം 2008 അപ്പൊ അതിന് ഈ 6ാം പതിപ്പിന്റെ ആമുഖത്തിൽ ഞാൻ ആ കാര്യം പറയുന്നുണ്ട്. ഈ പുതിയ സാഹചര്യം, അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. ആ പുസ്തകം മാത്രമല്ല, 2024 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകമുണ്ട്. അത് കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. ആ മുസ്ലിം രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ഇസ്ലാമിനെയും രണ്ടായി കണ്ടുകൊണ്ടുള്ള സമീപനത്തോടുകൂടി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകം ഇപ്പം 6ാമത്തെ പതിപ്പിലാണ് മാതൃഭൂമിയുടെ. ഇതിപ്പോൾ 7ാമത്തെ പതിപ്പിലേക്കാണ്. എന്തുകൊണ്ടാണ് 7ാമത്തെ പതിപ്പിലേക്ക്? ഞാൻ എഴുതിയോണ്ടാ ഒന്നുമല്ല. ഗ്രന്ഥരചയിതാവിൻ്റെ എന്തെങ്കിലും പ്രശസ്തിയുടെ അടിസ്ഥാനത്തിൽ വാങ്ങുക എന്നുള്ളതല്ല. നമ്മൾ ഈ പുസ്തകം ഈ വിധം സ്വീകരിക്കപ്പെടുന്നതിന് ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത് കേരളം ചില ആപൽ സൂചനകളെ നേരിടാൻ വേണ്ടി നേരിടുന്നു എന്ന തിരിച്ചറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വായനാ സമൂഹം ഇത് വലിയ തോതിൽ സ്വീകരിക്കുന്നത്. 7ാമത്തെ പതിപ്പിലേക്കാണ് പോകുന്നത്. 7ാം പതിപ്പിന്റെ പ്രകാശനകർമ്മവും ഈ 20-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടത്തുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ വന്നിട്ടുള്ള അഭിപ്രായം, പുസ്തകം വായിച്ചിട്ടുള്ള അഭിപ്രായം ഇവിടെ ശശിമാഷ പറഞ്ഞിട്ടുള്ളത്, അതിനോടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഒന്ന്, ഈ സനാതനികൾ എന്നുള്ള പേര് അല്ലെ, അത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞു. സനാതനികൾ ഈ പേര് ശ്രീനാരായണഗുരു പറഞ്ഞിട്ടുണ്ട് സനാതനി. അതിനേക്കാൾ കൂടുതൽ വ്യക്തമായി പറഞ്ഞത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദന്റെ ഒരു ഗ്രന്ഥം അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വാഗ്ഭടാനന്ദന്റെ സമ്പൂർണ്ണ കൃതികൾ 56 പേജാണ്. സനാതന ഹിന്ദു എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പീരിയോഡിക്കൽ ആനുകാലികമാണ്. ആനുകാലികളിലെ ഈ സനാതന ഹിന്ദു എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് ഖണ്ഡനം ചെയ്തുകൊണ്ട് വാഗ്ഭടാനന്ദൻ എഴുതിയത്. അപ്പൊ വാഗ്ഭടാനന്ദനാണ് സനാതനികൾ എന്ന് ഈ സനാതന ധർമ്മവാദികളായിട്ടുള്ള ആളുകളെ വിശേഷിപ്പിച്ചത്. സനാതനികൾ. അപ്പൊ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ, സനാതന ധർമ്മം എന്താണ് എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സനാതനത്വം എന്ന് പറയുന്നത് എന്താ? ശാശ്വതമായിട്ടുള്ള കാര്യം, മാറ്റമില്ലാത്തത്. ധാർമ്മിക മൂല്യങ്ങൾ സ്വാഭാവികമായിട്ടും വേണ്ടേ, ധർമ്മം വേണ്ടേ. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ധർമ്മം വേണം. വാഗ്ഭടാനന്ദന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ആ ധാർമ്മിക മൂല്യങ്ങൾ സനാതനമായിട്ട് സംരക്ഷിക്കപ്പെടണം, യാതൊരു സംശയമില്ല. വാഗ്ഭടാനന്ദൻ കൃത്യമായി പറയുന്നു, കാലം ദേശം വർഗീയ വ്യത്യാസം എന്നാണ് അദ്ദേഹത്തിന്റെ എഴുത്തിലുള്ളത്. വർഗീയ വ്യത്യാസം ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ വർഗീയതയും മതവിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് കാലം, ദേശം, മതവ്യത്യാസം എന്നിവ കൂടാതെ എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള മൂല്യങ്ങളാണ് ധാർമ്മിക മൂല്യങ്ങൾ. പക്ഷേ ഈ സനാതന ഹിന്ദു എന്ന പ്രസിദ്ധീകരണം മുന്നോട്ട് വെച്ച മൂല്യബോധം ചാതുർവർണ്ണ വ്യവസ്ഥയെയും അതിന്റെ തുടർച്ചയായി വന്നിട്ടുള്ള ജാതി വ്യത്യാസത്തെയും ന്യായീകരിച്ചുകൊണ്ടാണ്. 1930-കളിലാണ് നമ്മുടെ വാഗ്ഭടാനന്ദന്റെ ഈ സനാതന ഹിന്ദു ഖണ്ഡനം നടത്തുന്നത്. ഗാന്ധി അതിനെതിരായിരുന്നു. ഇത് കൗതുകരമായിട്ടുള്ള കാര്യം, ഈ ആഫീസിൽ വന്നപ്പോഴാണ് എനിക്ക് കേസരി എന്ന RSSന്റെ മലയാളത്തിലെ പ്രസിദ്ധീകരണത്തിന്റെ ഓണപ്പതിപ്പ് കിട്ടിയത്. ഇവിടുന്നാണ് കിട്ടിയത്.
അപ്പോൾ ആ ഓണപ്പതിപ്പ് 2024 ഓണത്തോടനുബന്ധിച്ചുള്ള ആ പതിപ്പിൽ, കേസരിയുടെ ഓണപ്പതിപ്പിൽ 13 ലേഖനങ്ങളാണ് സനാതന ധർമ്മത്തെപ്പറ്റി എഴുതി വെച്ചത്. അപ്പോൾ അത് ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നു. അതിൽ ഗാന്ധിജിയെ എങ്ങനെയാണ് വക്രീകരിക്കുന്നത്, വളച്ചൊടിക്കുന്നത്. അപ്പോൾ ഒരു ലേഖകൻ അതിൽ എഴുതുകയാണ്, സനാതന ധർമ്മം അനുസരിച്ച് സ്വാതന്ത്ര്യ സമരം നയിച്ചയാളാണ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുമായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ സ്വാതന്ത്ര്യ സമരം നയിച്ചത് സനാതന ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇക്കാര്യത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഗാന്ധിജിയുടെ സനാതന ഹിന്ദു എന്ന ഗ്രന്ഥം വായിക്കുക എന്നതാണ്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് RSS ഈ നുണകൾ നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഒന്നാം തരം തെളിവാണ്. മഹാത്മാഗാന്ധി അങ്ങനെ സനാതന ഹിന്ദു എന്നുള്ള പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് 1909 അതിൻ്റെ പേര് സനാതന ഹിന്ദ് സ്വരാജ് എന്നാണ്. ഇതാണ് ഹിന്ദു സ്വരാജ് ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ പേര് ഹിന്ദ് സ്വരാജ് എന്നാണ്. HINDSWARAJ, ഹിന്ദ് സ്വരാജ്. ആ പുസ്തകത്തിൽ സനാതന ധർമ്മത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വിയോജിപ്പുള്ള പല ഭാഗങ്ങളും ഈ 1980 എഴുതിയിട്ടുള്ള ഗാന്ധിജിയുടെ ഈ പുസ്തകത്തിൽ ഹിന്ദ് സ്വരാജ്. പരിഷ്കാരങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് ഗാന്ധി പറയുന്നത്. തീവണ്ടിക്കെതിരായിട്ടാണ്, പോസ്റ്റ് ഓഫീസിനെതിരായിട്ടാണ്, ഡോക്ടർമാർക്കെതിരായിട്ടാണോ ഒട്ടേറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഹിന്ദ് സ്വരാജ്, ഹിന്ദുസ്ഥാന് എങ്ങനെ സ്വരാജ്യം നേടാം എന്നുള്ള ഭാഗമാണ് മഹാത്മാഗാന്ധി വിശദീകരിക്കുന്നത്. സനാതന ധർമ്മത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആ പുസ്തകത്തിന്റെ പേര് തന്നെ മാറ്റുക, ഹിന്ദു സ്വരാജ്. ഹിന്ദ് സ്വരാജാണ് ഗാന്ധി. ഇങ്ങനെ ഗാന്ധിജിയെ സനാതന ധർമ്മ നേതാവായിട്ട് അംഗീകരിച്ച നേതാവായിട്ട് ചിത്രീകരിക്കും. SNDP യോഗം സ്ഥാപിച്ചതപ്പോൾ 1903 1903 100 കൊല്ലം തികയുന്ന അവസരം. ഏതാ വർഷം? 2003. 2003 SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രഖ്യാപനം നടത്തി. പഴയ ആളുകൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. എന്താ പ്രഖ്യാപനം? മലബാർ മഹാസംഗമം. അല്ലേ? ശശിഭാഷ് ഓർമ്മയുണ്ടാവും. മഹാസംഗമം. അന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മലബാറിലേക്ക് ഞാനൊരു ആകാശത്തെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു, ആരുണ്ട് ഇതിനെ പിടിച്ചു കെട്ടാൻ. 100 കൊല്ലം തികയുന്ന അവസരത്തിൽ നടേശന്റെ ഈ വെല്ലുവിളി, ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ SNDP യോഗത്തിന്റെ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊരു പിന്നടത്തമാണ്. ഈ വിമർശനം അന്ന് CPM പരസ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ആകാശത്തെ ഞാൻ കെട്ടഴിച്ചു വിട്ടിട്ടുണ്ട്, ആരുണ്ട് ഇതിനെ പിടിച്ചു കെട്ടാൻ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അതിനെ പിടിച്ചു കെട്ടിയത് CPM ആണ്. അവർ ചരിത്രമുള്ള പാർട്ടിയാണ് CPI, ഇടതുപക്ഷം. അന്നത്തെ പത്രവാർത്തകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. കണ്ണൂരിലെ ആ മഹാസംഗമം, ഈ മലബാർ മേഖല എന്ന് പറഞ്ഞാൽ പാലക്കാട് മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് വരെ പിന്നാക്ക ജാതിയിൽപ്പെട്ട ആളുകൾ, ഈഴവര്, തീയരടക്കം ഈ മഹാസംഗമത്തിൽ അണിചേരും എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതിനെതിരായിട്ട് CPIM പരസ്യമായി വിമർശനം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയില്ല എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. അദ്ദേഹം ലക്ഷ്യം വെച്ചത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യുന്നവരൊക്കെ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളാണ്, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ജീവാർപ്പണം ചെയ്യുന്നവർ. അതൊന്നും ചരിത്രമായിട്ട് പൊരുത്തപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് പിന്നാക്കക്കാരുടെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ SNDP യോഗത്തെ മലബാറിലേക്ക് ശക്തമായി വ്യാപിപ്പിക്കണം. എന്തുകൊണ്ട്? ഇപ്പൊ കേരളം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്നത് 56 നവംബർ 1-നാണ്.
3 രാഷ്ട്രീയ ഘട്ടങ്ങൾ. ഒന്ന് തിരുവിതാംകൂർ, രാജഭരണമുള്ള നാട്. അവിടെ SNDP യോഗം സാമൂഹ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. NSS പങ്കുവഹിക്കുന്നുണ്ട്. അവിടെ കല്യാണങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത എവിടെയാ? SNDP യോഗം ഓഫീസിൽ, NSSന്റെ ഓഫീസിൽ. സാമുദായിക സംഘടനകൾക്ക് സാമൂഹ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്കുള്ള മേഖലയാണ് തിരുവിതാംകൂർ, അതേപോലെ കൊച്ചി. നമ്മുടെ മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പൊ ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗത്ത് മലബാറിൽ ഈ ജാതി സാമുദായിക സംഘടനകൾക്ക് സാമൂഹ്യ ജീവിതത്തിൽ വലിയ പങ്കാളിത്തമില്ല. അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ ഇടപെടൽ. അത് വിജയിക്കാതെ പോയത് കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് നിലപാടെടുത്തു. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി മരിച്ച ആളുകളുടെ സാമൂഹ്യമായിട്ടുള്ള നിലയെടുത്തു കഴിഞ്ഞാൽ അത് വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവര്, മതത്തിൽപ്പെട്ടവര്. ബ്രിട്ടീഷുകാരുടെ കാലത്താണല്ലോ കയ്യൂരിലെ രക്തസാക്ഷിത്വം. കയ്യൂരിൽ കർഷക സന്താനങ്ങൾ അവര് ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതി ഒരു കൊലക്കേസിൽ പ്രതിയായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ടു. 4 പേർ. അവരുടെ പേര് നോക്കുമ്പോൾ അപ്പു, ചിരുവണ്ടൻ, അബൂബക്കർ, കുഞ്ഞമ്പു. വ്യത്യസ്ത ജാതിയുണ്ട്, വ്യത്യസ്ത മതവും. ഒട്ടേറെ സമരങ്ങളുടെ ഭാഗമായി ജീവാർപ്പണം ചെയ്തവരുടെ പേരുകൾ നോക്കുമ്പോൾ അത് നാനാ ജാതി മതസ്ഥന്മാരുണ്ട്. ഈ ഒരു പാരമ്പര്യമാണ് ലെഫ്റ്റിന്റെ വളർച്ചക്കടിയിൽ ഉണ്ടായത്. ഇടതുപക്ഷം അതാണ്. കേരളത്തിലെ കോൺഗ്രസിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, EMS, കൃഷ്ണപിള്ള, AKG, ഇവരൊക്കെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള സാമൂഹ്യ ബോധമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചതെങ്കിൽ അതിന്റെ തുടർച്ച ഏറ്റെടുത്തത് വർഗപ്രസ്ഥാനങ്ങളും വർഗരാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. വർഗരാഷ്ട്രീയം കൈകാര്യം ചെയ്തത് ഇടതുപക്ഷമാണ്. അപ്പൊ ആ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇന്ന് ജാതിമത വർഗീയ വിഭജനം സൃഷ്ടിച്ച് ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് പരിശ്രമിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വിമർശനം നടത്തേണ്ടിടത്ത് നടത്തില്ല എന്നതാണ് ഞങ്ങളുടെ സ്വയം വിമർശനം. അതാണ്. അപ്പൊ എതിർക്കേണ്ട സമയത്ത് എതിർത്തോളുക, യോജിക്കേണ്ട സമയത്ത് യോജിച്ചോളുക. അപ്പൊ സാമുദായിക സംഘടനകൾക്ക് SNDP യോഗം കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് SNDP യോഗം ആണ്. ആ ചരിത്രവും നിഷേധിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ അതിനെ ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രവുമായി കൂട്ടിഘടിപ്പിക്കാനുള്ള പരിശ്രമങ്ങളെ എതിർക്കേണ്ടിടത്ത് എതിർക്കണം. എതിർത്തിട്ടുണ്ട്. അതാണ് പഴയകാല ചരിത്രം. അതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ചർച്ചകൾ. ആ ചർച്ചകൾ ഇനിയും വേണം. ഞാൻ വിശദമായി കടന്നു പോകുന്നില്ല. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ, അതിന്റെ ആമുഖത്തിൽ ഞാൻ എഴുതിയ കാര്യം സംബന്ധിച്ച് സഖാവ് KT പറഞ്ഞു, മറ്റ് വായിച്ച ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുള്ള അനുഭവം പറഞ്ഞു. അതായത് മുണ്ടുരിഞ്ഞ് നോക്കി എന്ന് പറഞ്ഞല്ലോ. മുണ്ട് ഉരിഞ്ഞിട്ടില്ല, ഉരിക്കാൻ നോക്കി. എന്തിനാണ്? അവിടെ മുഹമ്മദിയർക്ക് പ്രവേശനമില്ല എന്ന് റിപ്പോർട്ട് വെച്ച് അത് സ്ക്രീനിങ്ങിന് വിധേയമാക്കാൻ വേണ്ടി അന്നത്തെ RSSകാർ നടത്തിയ യത്നമാണ്. അപ്പൊ അതെനിക്ക് ഫീൽ ചെയ്തു. അപ്പോ ഈ സ്ക്രീനിങ്ങിന് ശേഷം അമ്പലത്തിൽ പോയാലോ, ഇല്ലേ? തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയുണ്ട്. ആ പ്രതിമ പഞ്ചലോഹ പ്രതിമയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. അത് ഏത് വർഷത്തിൽ? 1927. എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു അന്തരിക്കുന്നതിന് 1 വർഷം മുമ്പേ ശ്രീനാരായണ ഗുരു തന്നെ നേരിട്ട് കണ്ടു അദ്ദേഹത്തിന്റെ പ്രതിമയെ. അങ്ങനെയാ സ്ഥാപിക്കുന്നത്. ആ പ്രതിമ ഉണ്ടാക്കുന്ന ആരാ? ഇപ്പോ എൻ്റെ ഈ പുസ്തകത്തിന്റെ കവർ പേജിൽ ഉള്ള ചിത്രം ശില്പി ഉണ്ണിക്കാനായി സൃഷ്ടിച്ചിട്ടുള്ള ശില്പത്തിന്റെ ഫോട്ടോ ആണ്. ഗാന്ധിയും ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഒരു ചിത്രം. ആ ശില്പി ആരായിരുന്നു? കേരളക്കാരനല്ല, ഇന്ത്യക്കാരനുമല്ല, ഇറ്റലിക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് തവർ അലി എന്നാണ്.
ഇറ്റലിക്കാരനായിട്ടുള്ള തവറലി ഹിന്ദു അല്ല, തീയനല്ല എന്നുള്ളത് വേറൊരു കാര്യം അല്ലെ. തലശ്ശേരിയിലെ തീയപ്രമാണിമാരാ ജഗന്നാഥ ക്ഷേത്രത്തിന് മുൻകൈയെടുത്തത്. അപ്പോ തീയനല്ല, ഈഴവനല്ല, ഹിന്ദു അല്ല, ഇന്ത്യക്കാരനുമല്ല, ഇറ്റലിക്കാരനായിട്ടുള്ള തവറലി എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ആ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഗുരുവിന്റെ ശില്പം പണിതത്. അപ്പൊ ആ ശില്പി സ്പർശിച്ചും ശില്പി സൃഷ്ടിച്ചും ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രതിമയുടെ തൊട്ടു മുമ്പിൽ അതിന്റെ മണ്ഡപത്തിൽ എഴുതി വെച്ചത് എന്താ? മതം ഏതായാലും മനുഷ്യൻ നന്നായിരുന്നു. അവിടെയാണ് ഇപ്പുറത്തെ സ്ക്രീനിങ് മുഹമ്മദിയർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചത്. സ്വാമി ആനന്ദതീർത്ഥൻ 1978 ആ ബോർഡ് എടുത്തു മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള നിരാഹാര സത്യാഗ്രഹമൊക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചു. അപ്പൊ ഇന്ന് ഈ പുസ്തകത്തിന് വളരെയധികം പ്രസക്തി ഉണ്ടെന്നാണ് കരുതുന്നത്. അതനുസരിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കണം. വീടകങ്ങളിലേക്ക് എങ്ങനെ ഈ വർഗീയ പ്രത്യയശാസ്ത്രം കടന്നു ചെല്ലുന്നുവോ അതിനെ പ്രതിരോധിച്ച് നല്ല പ്രതിരോധ ആശയതലം നമ്മൾ സൃഷ്ടിക്കണം. അതിന് ഈ പുസ്തക ചർച്ച പ്രയോജനപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെയുള്ള വായനശാല പ്രവർത്തകന്മാർ, ഇവിടെ മാത്രമല്ല ഈ പരിസരങ്ങളിലുള്ള എല്ലാ വായനശാല പ്രവർത്തകന്മാരും ഇത്തരം ചർച്ചകൾ നടത്തണം. അത് എൻ്റെ പുസ്തകം മാത്രമല്ല, കാലിക പ്രസക്തമായിട്ടുള്ള പല വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ചകളുടെ വേദികളായി വായനശാലകൾ മാറണം. ഞാൻ നേരത്തെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ അനിൽകുമാറിനോട് പറയായിരുന്നു. അനിൽകുമാറിന്റെ ഒരു പുസ്തകം എനിക്ക് തന്നു, നോവലാണ്. അതിന്റെ പേര് ഞാൻ വാഗ്ഭടാനന്ദൻ. അല്ലേ അനിൽകുമാർ? ഞാൻ വാഗ്ഭടാനന്ദൻ. അപ്പോ ഞാൻ സാധാരണ ഇപ്പൊ അടുത്ത കാലത്ത് ഇമാതിരി പുസ്തകങ്ങളല്ലാതെ, നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകമല്ലാതെ അധികം നോവലൊന്നും വായിക്കില്ല. പക്ഷെ നോവൽ ഞാൻ വായിച്ചു. എത്ര മനോഹരമായിട്ടാണ് ഞാൻ വാഗ്ഭടാനന്ദൻ ആണ്. അവരുടെ വാഗ്ഭടാനന്ദന്റെ ധർമ്മപത്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓർമ്മകൾ, അവരുടെ ഓർമ്മകളുമായിട്ട് ഒക്കെ തടിച്ചുകൊണ്ടാണ് ആ പുസ്തകം എഴുതിയത്. യഥാർത്ഥത്തിൽ ഒരു ചരിത്ര പുസ്തകമാണ്. പക്ഷെ ചരിത്രമായിട്ടല്ല. ഇവിടെ ജ്യോതി ടീച്ചർ പറഞ്ഞല്ലോ, ഇത് ആദ്യത്തെ തവണ വായിക്കുമ്പോൾ എളുപ്പത്തിൽ വായിക്കാൻ കഴിഞ്ഞില്ല, പിന്നീടും വായിച്ചു. ഇവിടെയും പറഞ്ഞു, എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഈ നോവൽ എഴുതാനുള്ള കഴിവില്ല. അതേസമയം ചരിത്രത്തിലെ സംഭവങ്ങൾ ഓർത്തെടുക്കുക, അതിനുവേണ്ടി പുസ്തകങ്ങൾ റെഫർ ചെയ്യുക, പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന ഒരു പുസ്തകം ഞാൻ വാഗ്ഭടാനന്ദൻ. ഇതുപോലെ തന്നെ വിനോദ് കൃഷ്ണയുടെ ഒരു നോവൽ, അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ആ 2 നോവലും ഞാൻ വായിച്ചതുകൊണ്ടാണ് പറയുന്നത്. അത് ഗാന്ധി വധത്തിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഗാന്ധി വധക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ തൊട്ടുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം ആഖ്യാനം ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടൊരു നോവലാണ് വിനോദ് കൃഷ്ണയുടെ 9mm നോവൽ. അപ്പൊ ഇങ്ങനെയുള്ള നോവലാകുമ്പോൾ ആളുകൾ വേഗം അങ്ങോട്ട് വായിച്ചു പോകും. അതിൽ ഗോഡ്സെയൊക്കെ ഉണ്ട്, ഗോഡ്സെയുണ്ട്, സഹപ്രതികളൊക്കെ അതിൻ്റെ അകത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെയുള്ള വായനകൾ നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് വേണം. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം പ്രശ്നമല്ല. ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹ്യ നീതിയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും വീടകങ്ങളിലേക്ക് അടക്കം ഈ ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ വേണം എന്ന ശക്തമായ അഭിപ്രായമാണ് ഞാനിവിടെ മുന്നോട്ട് പോകുന്നത്. അതിന് ഇവിടെ ഒരു ചർച്ച തുടങ്ങി വെച്ചു. ഇതാണ് വാട്യം ഗോപാലൻ വായനശാല എന്ന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പാഠ്യ മേഖലാ കമ്മിറ്റിയെ സഹകരിച്ചുകൊണ്ട് ഇവിടെ ഒരു ചർച്ച തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം, തുടർച്ചയുണ്ടാവണം. അപ്പൊ അതിന് ഇവിടുത്തെ പ്രവർത്തകന്മാർ മുൻകൈ എടുക്കണം. എല്ലാ വായനശാലകളിലും ഇതുപോലെയുള്ള ചർച്ചകൾ നല്ല പങ്കാളിത്തത്തോടെ നടത്തണം. ഏതാനും ചിലത് മാത്രം ഈ ചർച്ചകളുടെ സ്വഭാവം നോക്കുന്നിടത്ത് ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യം മാത്രം ശ്രദ്ധേയമാണ്. അതായത് യുവതി യുവാക്കൾ വേണ്ടത്ര ഈ വായനയിൽ പങ്കെടുക്കുന്നില്ല. വായനാശീലമുള്ളവർ വളരെ കുറവാണ് ഈ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾ. അപ്പൊ അതിനുള്ള ഒരു പ്രത്യേക താല്പര്യം എടുത്തു കഴിഞ്ഞാൽ വരും. ബട്ട് അങ്ങനെയാണല്ലോ വായനശാലകളൊക്കെ നമ്മുടെ നാട്ടിൽ വരികയും അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളിലടക്കം വായനാശീലം വളർത്തുകയും ചെയ്യുന്ന ഒരു ഇടപെടൽ അക്കാലത്തെ
സാംസ്കാരിക പ്രവർത്തകന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും നടത്തിയിട്ടുണ്ട്. ആ തരത്തിൽ ഉള്ള ഒരു ഇടപെടൽ നടത്തുന്നതിന് ഇന്നത്തെ ചർച്ച സഹായകരമാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ ചർച്ചകളാകെ കേട്ടിട്ടുള്ള നിങ്ങളേവരെയും ആർത്തമായി അഭിവാദ്യം ചെയ്യുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു.